വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യസ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കെറ്റിൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാഹത്ത് എന്നുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്ന്. ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ LP സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. എനിക്ക് സ്ഥലം അറിയാം, ഞാൻ അറിയാവുന്നതാണ്. ആ കണ്ണ് നിറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. നേരത്തെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സ്കൂളിലൊക്കെ 50,000 കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത്. ഒരുപാട് ഇമോഷൻ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം, എല്ലാവർക്കും ആലോചിക്കും, ഒരു ചെറിയ കുട്ടികൾക്ക്. അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഈ ഒരു ദൗത്യത്തിൽ അമ്മ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് നമുക്ക് വേറൊരു കാര്യമാണല്ലോ. ആദ്യം അവരെല്ലാവരും തീരുമാനിക്കും. ഒരു കാര്യം കൂടി, ഇപ്പൊ സൈന്യം പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനത്തിനും ഈ പുനരധിവാസത്തിനും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം കൂടി തുടരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അതുവരെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക്